നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുവാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് മലപ്പുറം ജില്ലയിൽ തുടങ്ങി. സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നം, ഫോട്ടോ എന്നിവയടങ്ങിയ EVM ബാലറ്റ് ലേബലുകൾ ബാലറ്റ് യൂണിറ്റുകൾ പതിച്ച് സീൽ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റുകൾ ടാഗുകൾ ഉപയോഗിച്ച് സീൽ ചെയ്തതാണ് EVM കമ്മീഷനിംഗ് പ്രക്രിയ. പൊന്നാനി, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് മണ്ഡലത്തിൽപ്പെട്ട വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളാണ് ജില്ലയിൽ സജ്ജീകരിക്കുന്നത്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ വെച്ച് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് കമ്മീഷനിംഗ് നടക്കുന്നത്. തിരൂരങ്ങാടി മണ്ഡലത്തിൽ തിരൂരങ്ങാടി OUP സ്കൂളിലും, വള്ളിക്കുന്ന് മണ്ഡലത്തിൻ്റേത് തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും, വേങ്ങര മണ്ഡലത്തിൻ്റേത് KMMO അറബിക് കോളേജിലുമാണ് നടക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കമ്മീഷനിങ്ങിനോടൊപ്പം മോക്ക് പോളിംഗും നടത്തുന്നുണ്ട്. ജില്ലയിലെ വിവിധ കമ്മീഷനിംഗ് കേന്ദ്രങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ VR വിനോദ, പൊന്നാനി വരണാധികാരിയായ ADMK മണികണ്ഠൻ എന്നിവർ സന്ദർശിച്ചു. തിരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ടായാൽ പരിഹരിക്കുന്നതിനായി പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിലേക്കായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള 28 എഞ്ചിനീയർമാർ ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 2 വീതം എഞ്ചിനീയർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇവരും കമ്മീഷനിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ട്. കമ്മീഷനിംഗ് പ്രക്രിയ മുഴുവനായും വീഡിയോയിൽ പകർത്തുന്നുമുണ്ട്. കമ്മീഷനിംഗ് 20-നാണ് പൂർത്തിയാകുക. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.